ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ത്രിയുടെ രാമായണ മാസ ആചരണത്തിന്റെ ഭാഗമായി ഇന്ന് നമുക്ക് രാമായണ സത്സംഗത്തിന് വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫിയിൽ റിട്ടയർ ചെയ്ത ശ്രീമതി പ്രൊഫസർ ഗീതാ തങ്കമാണ്. ശ്രീമതി ഗീതാ തങ്കം വൈക്കം വാസുദേവൻ നായരുടെയും ശ്രീമതി തങ്കം വാസുദേവൻ നായരുടെയും മകളാണ്. ടീച്ചറിൽ നിന്നും തന്നെ നമുക്ക് ടീച്ചറെ പറ്റി കൂടുതൽ അറിയാം. ഇന്ന് നമ്മളുടെ രാമായണ സത്സംഗ വേദിയിൽ ദശരഥ പത്നിമാർ എന്ന വിഷയത്തെ അടിസ്ഥാനമായിട്ടാണ് ടീച്ചർ പ്രഭാഷണം നടത്തുന്നത്. ഇന്നത്തെ ഈ സത്സംഗ വേദിയിലേക്ക് ടീച്ചറെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ ടീച്ചർ. നമസ്തേ. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണം വന്ദേ ഈ ഒരു ആധ്യാത്മിക കൂട്ടായ്മയിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബ അംഗങ്ങൾക്കും നമസ്കാരം. ഏറ്റവും ആദരണീയനായ തിരുമേനി, മറ്റ് ഇന്ന് ഈ ആധ്യാത്മിക സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ രാമായണ മാസാചരണത്തിൽ ഭഗവാന്റെ നാമം ഒന്ന് ഉച്ചരിക്കുവാൻ, വീണ്ടും വീണ്ടും ഉച്ചരിക്കുവാൻ ഭാഗ്യം കിട്ടുക നിസ്സാരമല്ല. എൻ്റെ മാതാപിതാക്കളും വൈക്കത്തപ്പനും ഒക്കെ അനുഗ്രഹിച്ചാണ് എനിക്കിത് ലഭിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും പരിചയപ്പെടാനും കാണുവാനും സാധിച്ചതിലും സന്തോഷം. ഇന്ന് രാമായണത്തിലെ ദശരഥ പത്നിമാരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത്. ഇതില് അധ്യാത്മ രാമായണത്തിനെ കുറിച്ചോ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളിത് വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചൊല്ലുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും. പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ ചൊല്ലുമ്പോൾ ഈ വരികൾക്കിടയിലുള്ള ചില സന്ദേശങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടിയ ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കും അറിയാവുന്നതാണ് ഒന്ന് പങ്കിടുന്നത്. രാമായണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതിഹാസമാണ്, അതെല്ലാവർക്കും അറിയാം. വേദങ്ങളും ഉപനിഷത്തുകളും ഒന്നും നമുക്ക് ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവയെ ദൃശ്യവൽക്കരിച്ചിട്ടാണ് ഇതിഹാസങ്ങൾ ഉണ്ടായത്. അവയുടെ ദൃശ്യാവിഷ്കാരമാണ് ഇതിഹാസങ്ങൾ, മഹാഭാരതവും രാമായണവും. അത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് ഇതിഹാസങ്ങളും നമുക്ക് തരുന്നത്. പലപ്പോഴും നമ്മൾ രാമായണോ മഹാഭാരതമോ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുകയോ നമ്മളാണോ അത്, പാഞ്ചാലി നമ്മളാണോ, ഇല്ലേ കുന്തി നമ്മളാണോ, അങ്ങനെ സീത നമ്മളാണോ, ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളായി നമ്മൾ തന്നെ ചിലപ്പോൾ മാറാറുണ്ട്. കാരണം ഇത് നമ്മുടെ വീടുകളിലും സംഭവിക്കുന്നതാണ്. അതാണ് അതിന്റെ വിജയവും. നമ്മളെ ജീവിത അനുഭവങ്ങൾ പഠിപ്പിക്കുകയാണ്. രാമായണം പ്രത്യേകിച്ച് ജനമോചനമാണ് രാമായണത്തിന്റെ ലക്ഷ്യം. വാൽമീകി രാമായണം അദ്ദേഹം എഴുതിയത് തന്നെ ജനമോചനമാണ്. എന്തിൽ നിന്നാണ് നമുക്ക് മോചനം വേണ്ടതെന്നാണ് വേറൊരു കാര്യം.
നമുക്ക് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞ് നമ്മൾ എന്തിൽ നിന്നാണ് മോചനം നേടേണ്ടത്? ജനമോചനം എന്ന് പറയും. അധർമ്മത്തിൽ നിന്ന്, അഹംഭാവത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, കാമക്രോധ ലോഭ മോഹ മത മത്സരത്തിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടണം ഇവ വായിക്കുന്നത് കൊണ്ട്. അതാണ് നമ്മുടെ പുരാണത്തിലുള്ള എല്ലാവരും, പുരാണ ഇതിഹാസ കർത്താക്കൾ നമുക്ക് ഇത് തന്നിരിക്കുന്ന അതിനു വേണ്ടിയാണ്. അത് നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ നമ്മുടെ വിജയം. വായിക്കുമ്പോൾ നമുക്കിത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുന്നു. വാൽമീകി മഹർഷി ശ്രീരാമസ്വാമിയെ ഒരു അവതാരമായിട്ടേ പറയുന്നില്ല. അത് ധർമ്മത്തിന്റെ പ്രതീകം, ധർമ്മിഷ്ഠനായ ഒരു പുരുഷനെ നമുക്ക് കാണിച്ചു തരികയാണ് വാൽമീകി മഹർഷി. പക്ഷേ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അതല്ല ചെയ്യുന്നത്. നമ്മളിലേക്ക് അനുവാചകരിൽ ഭക്തി ജനിപ്പിക്കുകയാണ്. ഭഗവാനെ അവതാരമായിട്ട് തന്നെ കണ്ട് എത്ര സ്തുതികളാണ് നമ്മൾ നോക്കിയാൽ രാമായണത്തിലുള്ളത്. അധ്യാത്മ രാമായണത്തില് നമ്മൾ സ്ഥിരം വായിക്കുന്നത് അവയാണല്ലോ. അധ്യാത്മരാമായണം ആണല്ലോ നമ്മളുടെ വീടുകളിൽ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ മിക്ക ദിവസവും വായിച്ചിരുന്നു. എനിക്കൊക്കെ ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ട്, വീട്ടിൽ അമ്മൂമ്മയൊക്കെ ഇരുന്ന് വായിക്കും. അപ്പം രാമായണം മിക്ക ദിവസവും ഒക്കെ വായനയുണ്ട്. അതിലെ 2-3 പേജ് നമ്മളെ കൂടെ ഇരുത്തിക്കൊണ്ട് വായിക്കും. അപ്പൊ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും, എങ്ങനെയാ ഹനുമാൻ സ്വാമി ഇത്രയും ദൂരത്തേക്ക് ചാടിയത്, ഇങ്ങനെ ഓരോ സംശയങ്ങൾ നമ്മളിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇപ്പൊ നമുക്ക് ഈ കർക്കിടക മാസത്തിലേക്ക് മാത്രമായി നമ്മൾ ചുരുക്കി. നമ്മൾ നിങ്ങൾ പലരും വായിക്കുന്നുണ്ടാവാം ചില ദിവസങ്ങളിലെങ്കിലും. കർക്കിടക മാസത്തിൽ രാമായണ മാസമായി മാറ്റി അങ്ങനെയെങ്കിലും നമ്മുടെ വീടുകളിൽ ഈ ശ്രീരാമസ്വാമിയുടെ നാമം ഇങ്ങനെ കേൾക്കുന്നത് തന്നെ എത്ര പുണ്യമാണ്. മോക്ഷം ലഭിക്കുവാൻ ഇതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട എന്നാണ് നമ്മുടെ പൂർവീകർ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ എല്ലാവരോടും ഞാൻ പറയുന്ന, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. നമ്മള് ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു കൊടുത്ത് അതെങ്ങനെയാണ് ഗുരുമുഖത്ത് നിന്നാണ് അർജുനൻ അത് പഠിച്ചത്. ഭഗവാന്റെ നേരിട്ട് പഠിപ്പിക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ യഥേച്ഛസി തഥാ ഗുരു എന്ന് പറഞ്ഞ അർജുനനെ നിന്റെ ഇഷ്ടം പോലെ യുക്തിപൂർവ്വം നീ ചെയ്യൂ എന്ന് പറഞ്ഞ അർജുനൻ എനിക്കെല്ലാം മനസ്സിലായി ഭഗവാനെ എന്ന് പറഞ്ഞാണ് അമ്പും വില്ലും എടുത്തത്. പക്ഷേ ഭഗവത്ഗീത എന്താന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ 13-ാം ദിവസം അഭിമന്യു മരിച്ചു എന്നറിഞ്ഞപ്പോൾ അർജുനന്റെ ഹാലിളകി. അർജുനൻ അല്ലാതായി മാറി എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും ഗുരുമുഖത്തു നിന്ന് കേട്ടിട്ട് പോലും അദ്ദേഹത്തിന് ആ ഒരു സാധാരണക്കാരനായി അദ്ദേഹം മാറി തന്റെ മകൻ മരിച്ചപ്പോൾ. അപ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാര് ഇതൊരു പാരായണം ചെയ്യുമ്പോൾ എത്രമാത്രം മനനം ചെയ്താലാണ്, ശ്രവണ മനന ധ്യാനം ചെയ്താലാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇവ ചെല്ലുക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. നമ്മളിത് ഈ കൃഷ്ണം വന്ദേ എന്ന ഈ ഒരു ആധ്യാത്മിക കൂട്ടായ്മ ചെയ്യുന്ന പുണ്യപ്രവൃത്തി, പ്രത്യേകിച്ച് തിരുമേനിയുടെ നേതൃത്വത്തിൽ അത് വലിയൊരു കാര്യമാണ്. ഭാമയാണ് ഇതിനൊരു എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം തരാൻ. എൻ്റെ വളരെ അടുത്ത ഒരു അനിയത്തിയാണ് ഭാമ. എനിക്ക് അതിന് ഭാമയോടും തിരുമേനിയോടും നിങ്ങൾ എല്ലാവരോടും, എന്നെ കേൾക്കുന്ന എല്ലാവരെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ദശരഥ പത്നിമാരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ദശരഥ പത്നിമാരെന്ന് പറയുമ്പോൾ കൗസല്യ, കൈകേയി, സുമിത്ര. ഇവരുടെ പ്രത്യേകത, ഇവര് ബാലകാണ്ഡത്തിലും അയോധ്യാകാണ്ഡത്തിലും മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ഇവരെ കാണാനേ ഇല്ല. പിന്നെ അവസാനം പട്ടാഭിഷേകത്തിന്റെ സമയത്ത് എന്ന് പറയുന്നതല്ലാതെ ഇവര് പ്രധാന കഥാപാത്രങ്ങളാകുന്ന ഈ 2 കാണ്ഡത്തിലാണ്. അപ്പൊ ആദ്യം കൗസല്യാദേവി. കൗസല്യാണ് പട്ടമഹിഷി. ദശരഥന്റെ പട്ടമഹിഷിയാണ്. കൗസല്യയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ശ്രീരാമസ്വാമിക്ക് ജന്മം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. കൗസല്യ ഭയങ്കര ഭക്തയാണ്. ഈശ്വരനെ ഏത് സമയവും പൂജയും യജ്ഞവും, അമ്പലങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക. നമ്മളെപ്പോലെ സാധാരണക്കാരിയായ ഒരമ്മ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണല്ലോ ഒരു അമ്മ എന്നുള്ള ഒരു നിലയിൽ വരുമ്പോ, അമ്മൂമ്മയൊക്കെ ആവുമ്പോൾ അതേപോലെ ഒരു പ്രാർത്ഥനയിൽ സമയം കളയുക എന്നുള്ളതാണ്. പിന്നെ കൗസല്യയിൽ കണ്ട ഒരു അനുകൂലമായ കാര്യം, തൻ്റെ മകനെ മനസ്സിലാക്കാൻ ആ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. കൗസല്യയുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം. അദ്ദേഹം വരുമ്പോ തന്നെ അഭിഷേക വിഘ്നം അറിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വരുമ്പോ തന്നെ ചെറുതായിട്ട് മുഖം വാടുകയിട്ടേ ഉള്ളൂ ശ്രീരാമസ്വാമിയുടെ. അത് അഭിഷേക വിഘ്നത്തിനെ ഓർത്തേ അല്ല ശ്രീരാമസ്വാമിയുടെ മുഖം വാടിയത്. തന്റെ അച്ഛൻ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. ആ ദുഃഖം അദ്ദേഹത്തിന്റെ സരയൂ നദിയിൽ ദേഹത്യാഗം ചെയ്യുന്നവരെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അച്ഛൻ എന്നോട് ഇതിനെക്കുറിച്ച് പറയാതിരുന്നത്? ചിറ്റമ്മയാണല്ലോ പറഞ്ഞത്. അതെന്തുകൊണ്ട് എന്നുള്ള, അച്ഛൻ എന്നെ വിശ്വാസം ഇല്ലേ എന്നുള്ള ഒരു ചെറിയ ദുഃഖം മാത്രമേ മുഖത്തുണ്ടായിരുന്നുള്ളൂ. അത് കണ്ട ഉടനെ അമ്മ അറിഞ്ഞിട്ടില്ല വിഘ്നം. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ? എന്റെ കുട്ടിയുടെ മുഖം വല്ലാതിരിക്കണക്ക് വിശക്കുണ്ടോ മോനെ? അതും മടിയിലിരുത്തി നെറുകയിൽ ഉമ്മ കൊടുത്തിട്ടാ ചോദിക്കണേ. ഇതാണ് അമ്മ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ഞാനൊരു അധ്യാപികയാണ്, കുട്ടികൾക്ക് ക്ലാസ്സിന് പോകാറുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ മിക്ക ചെറുപ്പക്കാരായ അമ്മമാരും കുട്ടിയുടെ മുഖം വാടിയ ഉടനെ എന്താടി നിനക്ക് കണക്കിന് മാർക്കില്ലേ, നീ തോറ്റോ, സ്കൂൾ വിട്ട് വരുമ്പോ കുട്ടികൾ വരുമ്പോ ഇങ്ങനെയാ ചോദിക്കുന്നതെന്ന് കുട്ടികൾ പറയാറുണ്ട്. അമ്മ അങ്ങനെ ചെയ്യും, ഫുട്ബോൾ ആക്കും അമ്മ എന്നെന്ന് വരെ പറയും. മാർക്ക് കുറഞ്ഞാല് എന്നുവെച്ചാൽ പഠന മികവിനെ മുൻനിർത്തിയാണല്ലോ ഈ കാലഘട്ടത്തിൽ എല്ലാം നോക്കുന്നത്. അതുകൊണ്ടായിരിക്കും. പക്ഷേ കൗസല്യക്ക് തന്റെ മകനെ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് കൗസല്യയെ ഒരു ഭൃത്യമെന്നാ പറയുന്നത്. മകൻ അഭിഷേകമാണെന്ന് പറയുമ്പോൾ സന്തോഷമാകും. ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പക്ഷേ അവിടെ നമ്മൾക്കൊരു സന്ദേശമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ സന്തോഷ വർത്തമാനം അറിയുമ്പോ ദേവിയെ ഒന്നുകൂടി വിളിക്കുന്നുണ്ട്, ലക്ഷ്മി ഭഗവതി എന്നൊക്കെ പറഞ്ഞ്. അതിന്റെ കൂടെ 2 വരി നിങ്ങൾ ശ്രദ്ധിച്ചോ എന്തോ. കാമുകൻ നൃപൻ ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ 2 വരിയില്ലേ? ആ 2 വരിയിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു അമ്മയോട്, ഇപ്പൊ എന്നോട് തന്നെ വന്ന ഒരാൾ പറയാ, ഗീത ടീച്ചറെ മകന് മന്ത്രിയാവുക കേട്ടോ നാളെ എന്ന് പറഞ്ഞ്, എന്താ സന്തോഷം നമുക്കൊക്കെ അല്ലേ? നമ്മൾ വേഗം പ്രാർത്ഥിക്കും, ഭഗവാനെ കുട്ടിയുടെ കൂടെ ഉണ്ടാവണേ, മന്ത്രിയൊക്കെ ആകുക, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാവും, ഇതല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, കൂടെ ഉണ്ടാവണേ. അല്ലാതെ ഇത് കൗസല്യ പെട്ടെന്ന് അവിടെ ഒരു പ്രതികൂലമായ ഒരു ചിന്ത വന്നു മനസ്സിൽ. കാമിനി കൈകേയി ചിത്തം എന്തീശ്വര, ചിത്തം എന്താന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇത് പിന്നെ ഉടക്കുവോ എന്നുള്ളതാണോ? ഇത് പാടില്ലെന്നാ എന്റെ വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ അങ്ങനെ പ്രതികൂലമായിട്ട് ചിന്തിക്കരുത് നമ്മുടെ മക്കളെ കുറിച്ച്. കാരണം ഈ ഒരു ചിന്ത അഭിഷേക വിഘ്നത്തിന് ഒരു കാരണമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണവും ഞാൻ പറയാം. നമ്മൾ അമ്മമാരാ. അമ്മ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7600 മണിക്കൂർ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയൊരു അണുവിനെ എത്ര സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ഗർഭപാത്രമാകുന്ന കിളിക്കൂട്ടില് വളരെ സുരക്ഷിതമായി സൂക്ഷിച്ച് പ്രസവം, ഏറ്റവും വലിയ വേദനയായ പ്രസവ വേദന അനുഭവിച്ച് ഈ ഭൂമിക്ക് നൽകിയ നമ്മള് അമ്മയാണ്. ഈ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്. അത് പിന്നീടുള്ള പ്രാർത്ഥന, കൗസല്യയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ഉണ്ടല്ലോ, വരുന്നുണ്ട്. അപ്പൊ ഈ ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടായിരുന്നു എന്ന് എനിക്കിത് കൗസല്യ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു കാരണമാണോ എന്ന് നിങ്ങൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ ചിന്തിക്കണ്ടായിരുന്നു, ഭഗവാനെ കൂടെ ഉണ്ടാവണേ എന്റെ കുഞ്ഞിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അത് പറഞ്ഞിട്ട് പിന്നീട് മകൻ വന്ന് എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയെന്ന് ചോദിച്ച് അപ്പോഴാണ് പറയുന്നത്, അമ്മ ഇങ്ങനെ എനിക്ക് അച്ഛൻ ഒരു ആജ്ഞ തന്നിട്ടുണ്ട്, ഞാൻ 14 വർഷത്തേക്ക് കാട്ടിൽ പോവാണ്. ഭരതൻ, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് ഞാൻ പെട്ടെന്ന് പോകുന്നു. ഉടനെ അമ്മ ദേഷ്യപ്പെട്ടു, അച്ഛൻ ഇത് ആജ്ഞാപിക്കാമെങ്കിൽ എനിക്ക് ആ ആജ്ഞ തടുക്കാനുള്ള കഴിവുണ്ട്, ഞാൻ അമ്മയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഭഗവാൻ ശ്രീരാമസ്വാമി പത്നി ധർമ്മം പറഞ്ഞു കൊടുത്ത്, അമ്മ സമാധാനത്തോടെ ഇരിക്കണം, അച്ഛനെ നോക്കണം, എന്താ അവിടെയൊക്കെ നമുക്ക് നല്ല ഇതാണ്, നമ്മുടെ ധർമ്മം എന്താന്ന് അവിടെ പറഞ്ഞു മനസ്സിലാക്കി അച്ഛന്റെ കൂടെ ഇരിക്കണം എന്ന് പറയുമ്പോഴത്തെ കൗസല്യയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന എന്തെന്നോ നെഞ്ചുരുകി നെഞ്ചു പൊട്ടിയുള്ള പ്രാർത്ഥനയാണ്. ലോകോത്തരമായ ഒരു പ്രാർത്ഥന. ഒരമ്മ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല, ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല. 2 പ്രാർത്ഥനയാണ് നമ്മൾക്ക് സ്ഥിരം നാമജപത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഒന്നിത്,
2 ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ അമ്മയെക്കുറിച്ചുള്ള ആസ്ഥാന്താവതീയം. ആ 6 വരി. ഈ 2 ഒരമ്മയ്ക്ക് എങ്ങനെ ഒരു മകനെ നിർവചിക്കാമോ അതേപോലെ ഒരു അമ്മ മകന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ കവചമാണ് ഈ പ്രാർത്ഥന. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപതേ വൃത്രാരി മുൻപായ ദിക്പാലകന്മാരേ ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതി കെട്ടുറങ്ങിടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ. നമുക്ക് സങ്കടം വരും ഇത് പ്രാർത്ഥിക്കുമ്പോ ഇല്ലേ? എന്റെ മകൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ബോധാവസ്ഥയിലും അബോധാവസ്ഥയിലും എന്റെ ദൈവങ്ങളെ അവന്റെ കൂടെ ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ലോകോത്തരമായ ഒരു പ്രാർത്ഥനയാണ്. നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു രക്ഷാകവചമാണ് നമ്മുടെ മക്കൾക്ക്. നമുക്കും ഈ പ്രാർത്ഥന ദിവസവും ചെല്ലാം, മനസ്സിലിട്ട് ഉരുക്കഴിക്കാം. എപ്പോഴും എവിടെയൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ ലളിതാ സഹസ്രനാമത്തിന്റെ കൂടെ ഇതും ചൊല്ലും. നമുക്ക് നമ്മുടെ ഞാനൊരു അധ്യാപികയാണ്ട് എൻ്റെ കുട്ടികൾ പറയും എനിക്ക് ഒരു മകനേ ഉള്ളൂ, ഒറ്റ മകനേ ഉള്ളൂ. അപ്പൊ എൻ്റെ അടുത്ത് പറയും ഉണ്ണിച്ചേട്ടന് വേണ്ടി മാത്രം ടീച്ചർ പറയരുത്, ടീച്ചർ ഞങ്ങളെയും കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന്. ഞാൻ എൻ മക്കൾ എന്നാ ചൊല്ലുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചൊല്ലാം, മക്കളല്ലേ എല്ലായിടത്തും. അപ്പോ ഈ പ്രാർത്ഥനയില് ഭഗവാൻമാർക്ക് കൊടുക്കുന്ന വിശേഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും ആദ്യം തന്നെ ബ്രഹ്മാവിനെ വിളിക്കുന്നത് ഇല്ലേ? സൃഷ്ടികർത്താവെ വിരിഞ്ച പത്മാസന. എന്റെ സൃഷ്ടികർത്താവെ, സൃഷ്ടിയുടെ കർത്താവായ നീ പത്മത്തിലാണ് ഇരിക്കുന്നത്. എന്റെ കുട്ടി കൊടുങ്കാട്ടിലേക്ക് പോകുകയാണ്, അവന്റെ വഴികൾ പത്മതുല്യമാക്കണേ എന്നാണ് ബ്രഹ്മാവിനോട് പറയുന്നത്. രണ്ടാമത് പുരുഷോത്തമ സൃഷ്ടികർത്താവെ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമ. മഹാവിഷ്ണു ദയുള്ളതാണ്. ദയക്ക് പേര് കേട്ടിട്ടുള്ള ആളാണ് മഹാവിഷ്ണു. അപ്പൊ പുഷ്ടദയാബ്ദേ പുരുഷോത്തമ, എന്റെ കുട്ടിയോട് കാരുണ്യം ഉണ്ടാവണേ. മഹാവിഷ്ണുവിനോട് പറയണത് അതാണ്. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ. നിങ്ങൾ വൈക്കത്തപ്പൻ, ഞാൻ ഈ വൈക്കംകാരിയാണ്ട് ഈ വൈക്കത്തപ്പൻ എപ്പോഴും പറയണം. വൈക്കത്തപ്പനെ ശിവനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഗൗരീപദേ പറയണം. ഗൗരിയുടെ വഴിയെ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ വൈക്കത്ത് പോകുമ്പം തിരുമേനിടയിൽ എണ്ണ കൊടുക്കണ പുറവിളക്കിൽ ഒഴിക്കാൻ ആ വഴിയെ മെയിനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഗൗരിയുടെ അടുത്ത് പറഞ്ഞെങ്കിലേ നമുക്ക് ശിവൻ എപ്പോഴും അർദ്ധനാരീശ്വര സങ്കല്പാണല്ലോ. അപ്പം ഇവിടെ എഴുത്തച്ഛൻ ഗൗരീപദേ പറയുന്നുണ്ട്. മൃത്യുഞ്ജയനാണ് ഭഗവാൻ. മൃത്യുവിനെ പോലും തടുത്തു നിർത്താൻ കഴിവുള്ളവനാണ്. എന്റെ കുട്ടിക്ക് പല അപകടങ്ങൾ അവിടെ കാട്ടിലുണ്ടാവാൻ സാധ്യതയുണ്ട്. കൊടുങ്കാടാണ്, രാക്ഷസന്മാരുണ്ട്, ക്രൂര ജന്തുക്കളുണ്ട്. അപ്പൊ എന്റെ പൊന്നു ശിവ ഗൗരീപദേ മഹാദേവ, എന്റെ കുട്ടിയെ മൃത്യുവിൽ നിന്ന് നീ രക്ഷിക്കണേ. മൃത്യുഞ്ജയ മഹാഗൗരീപദേ. വൃത്രാരി മുൻപായ 8 ദിക്കിലുള്ള ദിക്പാലകന്മാരെ, ഇന്ദ്രൻ മുതലായ ദിക്പാലകന്മാരെ നിങ്ങൾ നോക്കണേ, എന്റെ കുട്ടിയെ കാത്തുകൊള്ളണേ. ദുർഗേ, ദുർഗേ ദേവി, ദുർഘടങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെ രക്ഷിക്കുന്ന ദുർഗയാണ്. നമുക്ക് ഏറ്റവും വിഷമസ്ഥിതി വരുമ്പോ നമ്മളൊന്ന് മഹാദേവിയെ വിളിച്ചാൽ മതി. ആപദീകിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാം. ഭഗവതിയമ്മേ കാൽക്കൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി, ദുഃഖങ്ങൾക്കൊക്കെ വിനാശം തരുന്ന എന്റെ ദുർഗേ, എന്റെ കുട്ടിയെ നോക്കിക്കോണേ. എൻ മകനാശു നടക്കുന്ന നേരവും, എന്റെ മകൻ നടക്കുന്ന നേരവും കിടക്കുമ്പോഴും നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതികെട്ടുറങ്ങിയിടുന്ന നേരവും. അപ്പൊ ഈ ഒരു പ്രാർത്ഥനയാണ് കൗസല്യെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യത്തേത് അങ്ങനെ ചെയ്തെങ്കിലും ഈ പ്രാർത്ഥന ഒരു സുരക്ഷാ കവചമായിട്ട് ഭഗവാന്റെ കൂടെ ഈ 14 വർഷം ഉണ്ടായിരുന്നു. തിരിച്ചു വന്ന അദ്ദേഹത്തിന്റെ അഭിഷേകം നടക്കുവാൻ ഈ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരമ്മ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു അണുവിനെ
ബ്രഹ്മാണ്ഡമാക്കി മാറ്റാൻ കഴിവുള്ളവളാണ് മാതാവെന്ന് പറയും. അവളുടെ ഒരു അണുവായിട്ട് അവളുടെ ആ ഗർഭപാത്രമാകുന്ന കിളിക്കൂട്ടില് വരുന്ന ആ അണുവിനെ ബ്രഹ്മാണ്ഡമാക്കി മാറ്റാനുള്ള കഴിവ് ഒരു അമ്മയ്ക്കുണ്ടെന്നാണ് വിവേകാനന്ദ സ്വാമിയൊക്കെ പറയുന്നത്. അത് സത്യമാണ് താനും. അപ്പൊ അമ്മ വിചാരിച്ചാൽ അമ്മയുടെ വലത് കൈ ഏറ്റവും പവർഫുൾ ആണ്, പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെ കുട്ടിയുടെ തലയില് കൈയൊക്കെ വെക്കണം നമ്മൾ പോകുമ്പം, അവനെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഇതിൽ മിക്കതിലും ഉണ്ട് മക്കളെ മടിയിൽ വെച്ച് ഉമ്മ കൊടുക്കണത് പ്രായമായിട്ട് പോലും. അപ്പം നമുക്കും ഈ കൗസല്യയുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഓർക്കാനുള്ളത്. അടുത്തത് കൈകേയി. കൈകേയിയെ നമ്മളൊരു വില്ലത്തിയായിട്ടാ പറയുന്നത് എപ്പോഴും. നമുക്ക് ഏറ്റവും സങ്കടം അതാണ്, ഭഗവാൻ കാട്ടിൽ പോകാൻ കാര്യം കൈകേയിയാണ്. കൈകേയി എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള പത്നിയാണ് ദശരഥന്റെ. അതിമിടുമിടുക്കി, കൂർമ്മ ബുദ്ധിക്ക് വളരെ കൂർമ്മതയാണ്. പിന്നീട് യുദ്ധത്തിന്റെ സകല യുദ്ധമുറകളെല്ലാം പഠിച്ചവളാണ്. അവിടുന്ന് വരുമ്പോഴേ ഇതിലൊക്കെ മിടുക്കിയാണ് കൈകേയി. പിന്നെ കൈകേയിക്കുള്ളത് നമ്മൾ കാമുകി കൈകേയി, ചിത്തമെന്തീശ്വര എന്ന് പറയും, കാമിനി കൈകേയി. അപ്പൊ ഈ കൈകേയിയിലെ ദശരഥൻ കൗസല്യയുടെ കൂടെ താമസിച്ചിട്ട് ഈ കല്യാണം സുമിത്രയെ കഴിച്ചു കഴിഞ്ഞാണ് കഴിക്കുന്നത്. സുമിത്രയാണ് രണ്ടാമത്തെ ഭാര്യ. പക്ഷേ കൈകേയി വന്നപ്പോ സുമിത്രയ്ക്ക് അത് 3-ാം സ്ഥാനമായി. പിന്നെ അന്തഃപുരം കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് അദ്ദേഹം വന്നു. കാരണം ഒരു പത്നി എങ്ങനെയാവണം എന്നുള്ളത് കൈകേയിയാണ് നമുക്കതിന് ഉദാഹരണം. ഒരു ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കണം, ഏതൊക്കെ വിധത്തിൽ. ഒരു കാമുകിയാണെങ്കിൽ കാമുകിയാവണം അവൾ എന്നുള്ള അർത്ഥത്തിൽ അവൾ എല്ലാ തരത്തിലും ദശരഥൻ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായി കൈകേയിയെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ കൈകേയിക്ക് മന്ധര നമുക്കറിയാലോ, ദുഷ്ടസംസർഗം വരാതെ ഇരിക്കണമെന്ന് പണ്ട് നമ്മൾ ദൈവമേ കൈതൊഴാമേൽ പ്രാർത്ഥിച്ച പോലെ, ദുഷ്ടസംസർഗം വന്നു കഴിയുമ്പോൾ നമ്മളും കുറെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ കണ്ടീഷനിങ് ഇംഗ്ലീഷിൽ പറയില്ല, ഇതാണ് കണ്ടീഷനിങ്. മന്ധര വന്ന് കണ്ടീഷൻ ചെയ്ത് അതൊക്കെ ശ്രീരാമസ്വാമി പോകാനാണെങ്കിൽ പോലും നമ്മൾക്കിതെല്ലാം സന്ദേശമാണ്. ചീത്ത കൂട്ടുകെട്ടില് സ്ഥിരം നമ്മുടെ മക്കളോടൊക്കെ ഇത് പറയാം. സ്ഥിരമായി കേൾക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അവരും അതിലേക്ക് ആയിപ്പോവും. അപ്പോൾ ഈ മന്ധര വന്ന് പറഞ്ഞ് എന്തു ബുദ്ധിപൂർവകമാണ് മന്ധര പെരുമാറുന്നത്. അവസാനത്തെ ആണി അടിക്കണത് രാജാവായ നീയും നിന്റെ ഭരതനെയും കൊല്ലാൻ വരെ അവര് തയ്യാറെടുക്കുന്നു പറയുമ്പോ പാവം പേടിച്ചുപോയി. വേഗം തന്നെ അയോധ്യയിൽ പോയിട്ടുള്ളവരായിരിക്കും ഇതിൽ മിക്കവാറും ഇല്ലേ. അയോധ്യയിൽ പോകുമ്പോൾ നമ്മള് ഈ കൈകേയി സീതയ്ക്ക് കൊടുത്ത കൊട്ടാരമൊക്കെ കാണാം. സരയൂ നദിയിലേക്ക് പോണ വഴി ദശരഥന്റെ കൊട്ടാരം. ഞാനിതൊക്കെ കണ്ട് എന്തൊരു റിനോവേറ്റ് ചെയ്തതാണെങ്കിൽ പോലും അപ്പൊ കൈകേയിക്ക് അത്ര ഇഷ്ടമായിരുന്നു ശ്രീരാമനെയും സീതയൊക്കെ. പിന്നെ ഈ ഒരു കാര്യം, തനിക്ക് കൗസല്യക്ക് രാജമാതാവാകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഈ എപ്പോഴും പൂജ. കുന്തിക്ക് അതില്ല കേട്ടോ. ഞാൻ അതും കൂടി ഒന്ന് കമ്പയർ. കുന്തി ഒരിക്കലും ഒരു രാജമാതാവാകാൻ ആഗ്രഹിച്ചിട്ടില്ല മഹാഭാരതത്തില്. കുന്തിയെ പോലെ ഒരു അമ്മയെ നമുക്ക് വേറെ ഒരിടത്തും കാണാൻ പറ്റില്ല. ഈ കർണന്റെ ഒരു പരിത്യാഗം ഒഴിച്ചാല് കുന്തി 5 മക്കളെ ഒരു മാലയിൽ കോർത്തിട്ടിട്ട് കഴുത്തിലിട്ടുകൊണ്ട് നടന്നാണ്. അത്ര മിടുമിടുക്കിയാണ് അമ്മ എന്ന നിലയില്. അപ്പൊ കുന്തിക്ക് ഒരിക്കലും രാജമാതാവിന്റെ പക്ഷേ കൗസല്യ അങ്ങനെയല്ലായിരുന്നു. ഈ കൈകേയിയും അതെ, രാജമാതാവാകും ഭരതനായാൽ. ഇപ്പം ദശരഥൻ വരുമ്പോഴത്തേക്ക് തലമുടിയൊക്കെ അഴിച്ചിട്ട് കിടക്കുക. മന്ധര കാണാഞ്ഞപ്പോഴേ ദശരഥന് മനസ്സ് വരുന്നു. കാരണം നമ്മൾ പറയില്ലേ, പൂമുഖവാതുക്കൽ സ്നേഹം വിളമ്പുന്ന ഗോന്തിങ്കളാണ് ഭാര്യ എന്നുള്ള പോലെ നിൽക്കാറുള്ള കൈകേയിയെ കാണാനില്ല. അപ്പത്തേക്ക് വേഗം ഇവരോട് പരിചാരികമാരും പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല. അങ്ങ് പെട്ടെന്ന് ചെന്നപ്പം മുടിയൊക്കെ അഴിച്ചിട്ട് നിലത്ത് കിടക്കുകയാണ്, പൊടിയൊക്കെ അണിഞ്ഞ്. എന്തു പറ്റി? പിന്നീട് ദശരഥൻ പറയുന്ന വാക്കുകള് ഒരു സാധാരണക്കാരായിട്ടുള്ള ദശരഥൻ ആരാണെന്ന്, ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഒരു രാജാവാണ്. ഈ കൈകേയിയോടുള്ള ഒരു സ്നേഹം. നീ എന്തിന്റെ ഇങ്ങനെ കിടക്കുന്നത്? നിന്നോട് ആരെന്ത് ചെയ്തു? അവനെ ഞാൻ കൊല്ലും, നീ മരിച്ചവരെ ജീവിപ്പിക്കുന്ന വരെ പറയണേ. എന്താ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര ആ ഒരു സ്നേഹത്തിന്റെ പരിധി എവിടം വരെ. ആ പരിധി ലംഘിച്ചിട്ട് മരിച്ചു പോയോ നിനക്ക് ഇഷ്ടമുള്ള അവനെ ഞാൻ ജീവിപ്പിക്കും, ജീവിച്ചിരിക്കണവൻ നിനക്ക് ദോഷം ചെയ്ത് അവനെ ഞാൻ കൊല്ലും. എന്തൊക്കെയാ പറയണത്? നീയൊന്ന് എഴുന്നേക്ക്, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് സത്യം ചെയ്യാൻ പറയും.
സത്യം ചെയ്യണം. സത്യസന്ധനാണ്. സത്യത്തിന് പേരുകേട്ട രാജാവാണ് ദശരഥൻ. സത്യം ചെയ്യൂ. ആരുടെ പേരിലാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീരാമസ്വാമിയുടെ പേരിൽ, തന്റെ മകൻ ശ്രീരാമസ്വാമിയുടെ പേരിൽ. അപ്പൊ അതിനെന്താ, ഞാൻ സത്യം ചെയ്യാം, നീ പറയൂ എന്താ. എനിക്ക് അന്ന് ആ സുരാസുര യുദ്ധ സമയത്ത് ഞാൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചില്ലേ, എനിക്ക് 2 വരം തരാന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് ഇന്ന് തരണം. അന്ന് ചോദിച്ചു. നമ്മളൊക്കെ ആണേലും വരം തരാന്ന് പറഞ്ഞാൽ അപ്പ ചോദിക്കൂലേ, പിന്നത്തേക്ക് വെക്കുവോ? സാധാരണക്കാരായ നമ്മള് ഇതെന്തെന്നോ, വികാരത്തിന്റെ പുറത്താണ് ഈ വരം കൊടുത്തിരിക്കുന്നത്. വിവേകം ഉണ്ടായില്ല, വിചാരം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ കൂർമ്മ ബുദ്ധിയായിട്ടുള്ള കൈകേയി അത് സൂക്ഷിച്ചു വെച്ചു. നമ്മളെപ്പോലെ സാധാരണക്കാർ അപ്പൊ തന്നെ വരം എന്താന്ന് വെച്ചാൽ ചോദിച്ചു മേടിച്ച് കയ്യിൽ വെക്കും. നമ്മുടെ ഭർത്താവ് ഇങ്ങനെ നമ്മളോട് പറഞ്ഞാൽ, നമുക്ക് തരാന്ന് പറഞ്ഞാൽ എന്താ വേണമെന്ന് ഇറങ്ങിക്കഴിയും നമ്മള്. പക്ഷേ കൈകേയിയുടെ കൂർമ്മ ബുദ്ധി അതിന് സമ്മതിച്ചില്ല. അപ്പൊ ആ വരം, അയ്യോ അതിനെന്താ, വരം എന്താ പറയൂ, ഞാൻ ഇപ്പൊ തരാന്ന് പറഞ്ഞാണ്. ഈ വരം പറയുന്നതോടുകൂടി അദ്ദേഹത്തിന് ബോധക്കേടുണ്ടായി. പിന്നെ കരച്ചില്, എന്തൊക്കെയാ അദ്ദേഹം പറയണത്. അദ്ദേഹം പറയുന്നുണ്ട്, സൂര്യനില്ലാതെ ഈ ലോകം ചിലപ്പോ ഉണ്ടാവും, അതേപോലെ മഴ പെയ്യാതെ സസ്യങ്ങളൊക്കെ ഉണ്ടാവും, വേണേ ജീവിക്കും. പക്ഷേ എൻ്റെ മകനായ ശ്രീരാമൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തൊരു കമ്പാരിസൺ, ഉപമ. വാൽമീകി രാമായണത്തിൽ അതുണ്ട്. അങ്ങനെ അത്രയ്ക്ക് പറയൂ. എന്താ ഈ പറഞ്ഞ, ഭരതനെ രാജാവാക്കാം, എൻ്റെ മകനെ നീ എന്തിനു കാട്ടി വിടുന്നു, ഇതൊക്കെ പറഞ്ഞ് താണ് കേണ് കാലെ പിടിച്ച് കരഞ്ഞിട്ടും ഒറ്റ പിടി പിടിച്ചു. നിങ്ങൾ സത്യം ഇട്ടതല്ലേ. അപ്പൊ ഈ സത്യസന്ധൻ എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് ആ മുനികുമാരനെ അബദ്ധത്തിലാണേലും മുനികുമാരൻ മരിച്ചത് ആ കുമാരന്റെ മാതാപിതാക്കളുടെ അടുത്ത് എന്ന് അറിയിച്ചത്. അതറിയാം കൈകേയിക്ക്. അത്ര സത്യസന്ധനാണ്. ഇല്ലെങ്കിൽ ഒരു രാജാവ് ആരറിയണു, ആര് കൊന്നു? അദ്ദേഹത്തിന് പടയാളികളോട് പറഞ്ഞ് ദേഹം എടുത്ത് ദഹിപ്പിക്കാൻ പറയാമായിരുന്നു. മുനികുമാരൻ മരിച്ചപ്പോഴേ വേണമെങ്കില് പക്ഷെ അദ്ദേഹം ആ കുട്ടിയുടെ മരണം അവിടെ ചെന്ന് അറിയിച്ചു. അവരെ കണ്ണു കാണാത്ത മാതാപിതാക്കളെ കൊണ്ടുവന്ന് കുമാരന്റെ അടുത്ത് കൊണ്ടുവന്നു കാണിച്ചു. അതൊക്കെ ചെയ്തു. അത്ര സത്യത്തിന്റെ പാതയിൽ ജീവിക്കുന്ന ദശരഥന് കൊടുക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ശ്രീരാമസ്വാമി വന്നു. ശ്രീരാമസ്വാമി വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പറയാൻ പറ്റണില്ല. കണ്ടതോടുകൂടി എൻ്റെ കുട്ടാ, എൻ്റെ കുഞ്ഞേ എന്നും പറഞ്ഞ് ത്തേക്ക് അതേ അമ്മ പറയൂ, അമ്മ പറയൂ എന്ന് ഇളയമ്മ പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ്, നിന്റെ അച്ഛൻ പറയാൻ മടിയാണ്, നീ സത്യം ചെയ്യണം. അവിടെയും പറയണുണ്ട്, നീ സത്യം പാലിക്കുമോ, എങ്കിലും ഞാൻ പറയാന്ന്. ഉടനെ ഇത്രയൊക്കെ എന്തിനാ അമ്മ ഇത്രയൊക്കെ പറയുന്നേന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ പറയണ? അച്ഛൻ എന്താഗ്രഹിക്കണോ, അച്ഛൻ എന്ത് ഇച്ഛയാ അത് ഞാൻ ചെയ്യൂ. എൻ്റെ അച്ഛൻ്റെ ഇച്ഛയാണ് എനിക്ക്. ഞാൻ മരിക്കാം, വിഷം കുടിച്ച് മരിക്കണോ, തീയിൽ ചാടണോ, സീതയെ ഉപേക്ഷിക്കണോ, അമ്മയെ ഉപേക്ഷിക്കണോ, ലക്ഷ്മണനെ ഉപേക്ഷിക്കണോ, ഇവരൊക്കെയാണ് അദ്ദേഹത്തിനോട് ചേർന്ന്. ഇവരെയൊക്കെ ഞാൻ ഉപേക്ഷിക്കാം, ഞാൻ മരിക്കാം. ഇത്രയും കടുപ്പ വാക്ക് പറയുമ്പോഴാണ് പറയണത്. ഇത് കേട്ടിട്ടും അദ്ദേഹത്തിന് ഒരു സ്ഥിതപ്രജ്ഞന്മാരായിട്ടുള്ള അച്ഛനെയും മകനെയും ഭാര്യയെയും സഹോദരനെയും ദൂതനെയും ഒക്കെ അതാത് സ്ഥാനങ്ങളിൽ കയറ്റിവെച്ച് ആ സ്ഥാനത്തെ തിളക്കുകയാണ് വാൽമീകി ചെയ്തത്. ഇവരൊക്കെ സ്ഥിതപ്രജ്ഞരാണ്. അതുകൊണ്ടാണ് ഈ കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവർ കാട്ടിലേക്ക് യാത്രയായത്. സ്ഥിതപ്രജ്ഞ എന്നുള്ള ആ സമചിത്തതയുണ്ട്. അപ്പം അദ്ദേഹം പോയി, ഞാൻ ഇപ്പൊ തന്നെ പോവാം, എൻ്റെ അവിടെ പോയി അമ്മയോട് യാത്ര പറഞ്ഞിട്ട്. അങ്ങനെയാണ് കൈകേയിയുടെ നിർബന്ധപ്രകാരം. പിന്നെ ലക്ഷ്മണനോടൊക്കെ ലക്ഷ്മണൻ ദേഷ്യപ്പെടുന്നതും അച്ഛൻ വയസ്സനായി വൃദ്ധനായി, എന്തൊക്കെയാണ് ലക്ഷ്മണൻ പറയണത്. അങ്ങേരെ പിടിച്ച് ജയിലിൽ ഇടാൻ നമുക്ക്, എന്നിട്ട് രാജാവായിക്കോളൂ, ഇല്ലേ സഹോദര, എന്ത് വേണേ ചെയ്യാം, ഈ വൃദ്ധന് പറയണതിന് ഒരു ഇത് ഓർമ്മയൊന്നും ഇല്ല. അങ്ങനെ പറയാവുന്ന വാക്കുകളെല്ലാം പറഞ്ഞ് ഏതായാലും അവസാനം സീതയെയും കൂട്ടി ഇവര് പോവുകയാണ്. പോയി കഴിഞ്ഞ് കൈകേയി അപ്പത്തേക്ക് അങ്ങ് സന്തോഷിച്ചിരിക്കുക. പക്ഷേ ശ്രീരാമസ്വാമി പോണ അന്ന് തന്നെ ദശരഥന് ഒരു ട്രാൻസ്ഫർ കിട്ടി. ട്രാൻസ്ഫർ മേടിച്ച് തിരിച്ച് കൗസല്യയുടെ അടുത്തേക്ക് പോയി. സ്ഥലമാറ്റായി. ആദ്യം അവിടെ മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന സ്നേഹത്തോടെ ഈ 2 പത്നിമാരും അവരെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്ന അന്ന് തന്നെ ഈ ദുഷ്ടയുടെ അടുത്തുനിന്ന് എനിക്ക് മാറണം എന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് പോയി. അവിടെ പോയി കഴിഞ്ഞിട്ട് കൈകേയി അങ്ങ് സന്തോഷിച്ചിരിക്കുക, എൻ്റെ രാജമാതാവാകാനുള്ള. അപ്പോഴാണ് കൈകേയിക്ക് കിട്ടിയ അടി.
ആദ്യത്തെ അടി ദശരഥന്റെ മരണം. ഇത് ഈ കർമ്മഫലവും കർമ്മഫല സിദ്ധാന്തത്തിനെയും ഫോക്കസ് ചെയ്താണ് ഈ രാമായണം മുമ്പോട്ട് പോകുന്നത്. കർമ്മഫലം, ഫലത്തിൽ ആശയില്ലാതെ കർമ്മം ചെയ്യുക. കർമ്മഫല സിദ്ധാന്തം ചെയ്ത കർമ്മത്തിന്റെ ഫലം കർത്താവിനെ ആശ്രയിച്ച് കർത്താവിന്റെ ഭാവിയെ നിർണയിക്കുന്നു. അതാണ് കർമ്മഫല സിദ്ധാന്തം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പ്രമാണം ധർമ്മമാണ്. നമ്മൾ ഓരോരു ദശരഥന്റെ ജീവിതം തന്നെ, ദശരഥന് മുനികുമാരന്റെ അച്ഛൻ പറയുന്നുണ്ട്, അവസാനം നീ പുത്രദുഃഖത്താൽ മരിക്കും. സീതയുടെ കർമ്മഫലം, സീത ലക്ഷ്മണനോട് പറയുന്ന ദുഷ്ടവാക്കുകൾ, ശ്രീരാമൻ ശൂർപ്പണഖയെ കളിയാക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാം. അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം. നമ്മൾക്കും എല്ലാം നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്, കർമ്മഫലവും മരണവും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചേ ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം കർമ്മഫലത്തിന് അപ്പം കൈകേയി അങ്ങ് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ആദ്യത്തെ അടി കിട്ടുന്നത്, ദശരഥന്റെ മരണം. ഉടനെ കുട്ടികളെ വിളിക്കാൻ പോയി. ശത്രുഘ്നനും യുധാജിത്തിന്റെ അടുത്ത് പോയിരിക്കുകയല്ലേ. ശത്രുഘ്നനും ഭരതനെ വിളിച്ചു വന്ന ഉടനെ ഭരതൻ വരുമ്പം അയോധ്യ മൂകമായിട്ടിരിക്കുക. ആരുമില്ല. ഇതെന്തു പറ്റി? എന്താ എല്ലായിടത്തും ശ്മശാന മൂകതയാ. ഓടി അമ്മയുടെ അടുത്ത് വരുമ്പോ, അമ്മ എന്താ ഇവിടെ ഇങ്ങനെ, അച്ഛൻ എന്തിയെ, ജ്യേഷ്ഠന്മാരൊക്കെ എന്തി, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മ വന്ന് ഇത്രയും ചോദിക്കണേന് ഉത്തരം എന്താ? അമ്മ ചോദിക്കണ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓർമ്മയുണ്ടോ? എന്താണ് അമ്മ എന്തി ഇവിടെ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോ അമ്മ ചോദിക്കണ അത് മൈക്ക് ഓണല്ല. മൈക്കേ ഓൺ ചെയ്തിട്ട് പറയൂ. ഹരിയോം ടീച്ചർ, ടീച്ചറുടെ മാത്രമേ കേൾക്കുള്ളൂ. ഇതിനു ശേഷം ശരി ശരി അപ്പൊ ഇത് ചോദിക്കുന്നത് എന്റെ വീട്ടിൽ എല്ലാവർക്കും സുഖാണോ എന്ന്. ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്, നീ അവിടുന്നല്ലേ വരണത്, എന്റെ സഹോദരനും ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ സുഖാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അത് കൈകേയിയുടെ സ്വഭാവം നമ്മളെ കാണിക്കുകയാണ് എഴുത്തച്ഛൻ. അപ്പോഴത്തേക്ക് അത് പറയുമ്പോ എന്റെ അച്ഛൻ എവിടെ? അപ്പൊ പറയും അച്ഛൻ ഈശ്വരനിലേക്ക് പോയി. അപ്പൊ എന്റെ സഹോദരൻ അടുത്തുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, സഹോദരൻ ഇങ്ങനെ, നിനക്ക് വേണ്ടി ഞാൻ ഏറ്റവും, ഒരു അമ്മ ഒരു മകൻ എന്താവണം എന്നാ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഉന്നത പദവി ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്നു മകനെ എന്നാണ് ആദ്യം പറയണത്. ഏറ്റവും ഉന്നതമായ പദവി നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പൊ എന്റെ ജ്യേഷ്ഠൻ എവിടെ? അച്ഛൻ മരിച്ചപ്പോ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. അപ്പൊ ജ്യേഷ്ഠൻ 14 വർഷം കാട്ടില് പോയി എന്നും പറയണു. ഉടനെ ഭരതൻ പറയണ വാക്ക് എനിക്കത് കാണാതെ അറിയില്ല. ഭരതൻ ഇനി പറയാനൊന്നുമില്ല. അമ്മേ നോക്കൂ, ഭർത്താവിനെ കൊന്ന പാപേ, മഹാഘോരെ, നിസ്ത്രപേ, നിർദ്ദയെ, ദുഷ്ടേ, നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനിടോ. ഇതിൽ കൂടുതൽ ഒരു അമ്മയെ പറയാനുണ്ട് ഒരു മകൻ? എന്താ പറയണ? ഭരതൻ ജ്വലിക്കുകയാണ് അവിടെ, ജ്വലിക്കുക ദേഷ്യം കൊണ്ട്. ഇത്രയൊക്കെ നിന്റെ ഗർഭത്തിൽ ഞാൻ വന്നല്ലോ, നീ ഭർത്താവിനെ കൊന്നവളല്ലേ, നീ മഹാപാപിയല്ലേ, നീ എന്താ ചെയ്തത്? ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ നിന്നെ ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിന്നെ ഞാൻ കൊല്ലേണ്ടതാണ്, പക്ഷെ ഞാൻ കൊല്ലുന്നില്ല. കാരണം എന്താ? എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമസ്വാമിക്ക് അതിഷ്ടമല്ല, അദ്ദേഹത്തിന് എന്നോട് വിരോധം വരും നിന്നെ ഞാൻ കൊന്നാൽ. അപ്പം നിങ്ങൾ ഓർക്കൂ, ആരാൽ പരിത്യക്തനായി കൈകേയിയാൽ പരിത്യക്തനായ ശ്രീരാമസ്വാമിയുടെ നാമധേയത്തിൽ തന്നെ കൈകേയിക്ക് ഭാവി ജീവിതം സൗജന്യമായി കിട്ടി, ഇല്ലെങ്കിൽ കൊന്നേനെ. ആലോചിച്ച് നോക്കൂ ആ കർമ്മചക്രത്തിന്റെ തിരിയല്. അങ്ങനെ ഭരതൻ പറഞ്ഞു, കൈകേയി അങ്ങനെ. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കണ്ട, കൈകേയിക്ക് ശരിക്കും ശ്രീരാമസ്വാമിയോടും സീതയോടും ഒന്നും ദേഷ്യമില്ലെന്നേ. ഞാനത് ആ കൊട്ടാരമൊക്കെ കാണണം, എന്തൊരു സ്നേഹമായിരുന്നു. ആദ്യം തന്നെ മന്ധരയോട് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ശ്രീരാമൻ എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ എന്താണോ ഈ ദശരഥന്റെ തന്നെ ത്യജിച്ച ദശരഥന്റെ പുത്രവാത്സല്യം, തന്നെ മാറ്റി നിർത്തിയ ദശരഥന്റെ പുത്രവാത്സല്യത്തിനിട്ടാണ് കൈകേയി അടിക്കണത്. അവിടെയാ കൊടുക്കണ. തന്റെ മകനോട് കാണിക്കാത്തത്
തന്നോടും തന്റെ മകനോടും കാണിക്കാത്ത ആ പുത്രവാത്സല്യത്തിനെ അടിച്ചമർത്തുകയാണ് കൈകേയി ചെയ്തത്. ഇതാണ് കൈകേയിയുടെ. അടുത്തത് സുമിത്ര. സുമിത്ര ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പറഞ്ഞു തരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം എനിക്കറിയാം എന്നെക്കാട്ടിലെല്ലാം അറിവ് കൂടുതലുള്ളവർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതാണ് ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളെ നമസ്കരിച്ചിട്ട് ഇത് തുടങ്ങിയത്. സുമിത്ര എന്ന് പറഞ്ഞാല് സാഹോദര്യത്തിന്റെ പൊൻചരടാണ് സുമിത്ര. വേദജ്ഞയാണ്, വേദങ്ങളെല്ലാം കാണാപ്പാടാണ്, എല്ലാം അറിയാം വേദങ്ങളും. കാശിരാജാവിന്റെ മകളാണ്, സമചിത്തതയുണ്ട്, ശരിക്കും ഒരു സ്ഥിതപ്രജ്ഞയാണ് സുമിത്ര. അധികം ഒന്നും സുമിത്ര പ്രത്യക്ഷപ്പെടുന്നില്ല. ആകെ ഏതാണ്ട് 31 വരികളിൽ കൂടിയാണ് സുമിത്രയെ നമുക്ക് തരണം. പക്ഷേ സുമിത്രയിൽ കൂടിയാണ് വാൽമീകി മഹർഷി രാമായണത്തിലെ ഏറ്റവും അർത്ഥസമ്പൂർണമായ ശ്ലോകം സുമിത്രയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലെ? ആലോചിച്ചു നോക്കൂ, എത്ര കഥാപാത്രങ്ങളുണ്ട്, പക്ഷെ അവർക്കൊന്നും കൊടുക്കാതെ സുമിത്ര എന്ന ഈ പൊൻമുത്തിനാണ് ആ രാമം ദശരഥം വിദ്ധി മാം വിധി ജനകാത്മജ അയോധ്യാം അടവിം വിദ്ധിയും ഗശ്ചതാത യഥാസുഖം എന്നുള്ള ആ 4 വരി ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം വരരുചിയാൽ പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകമാണ്. അപ്പൊ ഇത് സുമിത്രയുടെ നാവിൽ നിന്നാണ് വാൽമീകി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. സുമിത്രയെ സമചിത്തതയ്ക്ക് കേൾവി കേട്ട, ശരിക്കും പറഞ്ഞ ഒരു ദാർശനികതയുടെ ഒരു ഉദാഹരണമാണ് സുമിത്ര. അധികം സംസാരിക്കില്ല. തൻ്റെ 2 മക്കളെയും വളർത്തിയ ശൈലി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മള് ലക്ഷ്മണനെ സൗമിത്രേന്ന് വിളിക്കണത്. ലക്ഷ്മണൻ ജ്വലിച്ചുകൊണ്ട് നിൽക്കുമല്ലോ. ലക്ഷ്മണോപദേശം തുടങ്ങുന്ന എങ്ങനെയാ? വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ എന്നുടെ വാക്കുകൾ. നോക്കൂ, ഇവിടെ ജ്വലിച്ചുകൊണ്ട് ദേഷ്യത്തിൽ നിൽക്കുന്നയാളോട് പറയാം, നീ സുമിത്രയുടെ മകനാ, നിനക്ക് ഈ പെരുമാറ്റം കൊള്ളില്ല. ഇങ്ങനെ തന്നെ നമ്മൾ അർജുനനോട് ഭഗവാൻ ഇടയ്ക്ക് കൗന്ദേയ വിളിക്കുന്നുണ്ട്. നീ കുന്തിയുടെ മകനല്ലേ, നീ എന്താ ഇങ്ങനെ പെരുമാറണേ? കുന്തി ആരാണ്? ഒരു കുന്തിയുടെ വയറ്റിൽ ജനിച്ച നീ ഇങ്ങനെ പെരുമാറരുത്. അതേപോലെ തന്നെ ഇവിടെ സുമിത്രയുടെ മകനെ സൗമിത്രേന്ന് ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ട്. സുമിത്രയെ അമ്മയുടെ പേരിൽ അറിയാന്ന് പറഞ്ഞാലേ അമ്മയുടെ അഭിമാനമല്ലേ. അപ്പം സുമിത്രയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, സുമിത്ര വേദ തത്വങ്ങൾ അടങ്ങിയ ഒരു പൊൻമുത്താണ് ലക്ഷ്മണന് സമ്മാനിക്കുന്നത് കാട്ടിലേക്ക് പോകുമ്പോൾ. വേദ തത്വമാണ് ഈ 4 വരി. ഈ 4 വരിയിൽ എല്ലാം ഉണ്ട്. നമ്മൾക്ക് വേണ്ടതെല്ലാം ഈ വരികളിൽ കൂടി നമുക്ക് വാൽമീകി മഹർഷി തന്നിരിക്കുവാണ്. ലക്ഷ്മണന് ശരിക്കും പോകേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ലക്ഷ്മണനോട് ആരെങ്കിലും പോവാൻ പറഞ്ഞു? ഇല്ല. പക്ഷെ തന്റെ ജ്യേഷ്ഠൻ ഭർത്തൃസ്നേഹത്തിലും ഭർത്തൃധർമ്മത്തിലും ഉയരെയാണ് സഹോദരധർമ്മം എന്ന് വിശ്വസിക്കുന്നയാളാണ് ലക്ഷ്മണൻ. സുമിത്രൻ പറയില്ല. സുമിത്രയുടെ അടുത്ത് എന്ന് യാത്ര ചോദിക്കുമ്പോഴാണ് സുമിത്ര അറിയുന്നത് തന്നെ. ലക്ഷ്മണൻ പോകുമ്പോ നമ്മളാണ് എന്ത് ചെയ്യും? ഇതെന്തുവാ, നീ പോയാ ഞങ്ങൾക്ക് ആരാ? ഇതെന്താ, ഇവിടെ വേറെ ആരും ഇല്ല, നീയും കൂടി പോകുവോ? ശ്രീരാമനോ പോകുവോ? നീയും പോകുവോ മോനെ എന്ന് നമ്മൾ കുറച്ച് സ്വാർത്ഥത കാണിക്കും. ഇവിടെ സർവസ്വത്യാഗമാണ് സുമിത്ര ചെയ്യണത്. സുമിത്ര 2 കൈയും തലയിൽ വെച്ചാണ് ഈ രാമം ദശരഥം വിധി പറയുന്നത്. അത് എത്ര അർത്ഥസമ്പൂർണമായിട്ടുള്ള 4 വരിയാ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. രാമനെ നീ അച്ഛനായിട്ട് കാണണം. അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹം, ദശരഥന് പുത്രന്മാരോടുള്ള സ്നേഹം. ദശരഥന്റെ കൊട്ടാരത്തിലേക്ക് അയോധ്യയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദശരഥന്റെ കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ ഇടതുവശത്ത് ദശരഥനും 4 മക്കളും കൂടി ഇരിക്കുന്ന ഒരു പെയിന്റിംഗ് ഉണ്ട്. 4 മക്കളെ മടിയിൽ വെച്ച്. ഇത്ര പുത്രസ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. അപ്പം നീ ദശരഥൻ ആ സുമിത്ര പറയുന്നത്, അച്ഛനെ പോലെ നീ ശ്രീരാമനെ കാണണം. കാട്ടിൽ അച്ഛൻ കൂടെ ഇല്ല. പിന്നീടുള്ളതോ, സീതാദേവിയെ നീ ഞാനായിട്ട് കാണണം. എന്നെ ഓർക്കണം, അമ്മയെ ഓർക്കണം. അമ്മ പ്രാണൻ പകുത്തു നൽകുന്നവളാരോ അവളാണ് അമ്മ. കാമത്തിനും മാംസവാസനകൾക്കും അടുക്കാൻ പറ്റാത്തതായിട്ട് ഒരേ ഒരു കാര്യമുള്ള അമ്മ, മാതൃത്വം. അപ്പൊ നീ എന്നെ കരുതണം, അമ്മയായിട്ട് കരുതണം. അവിടെ എന്തെല്ലാം അർത്ഥ തലങ്ങളുണ്ട്. ഇവര് കാട്ടിലേക്ക് പോവുക, മറ്റവരാണെങ്കിൽ ഭാര്യയും ഭർത്താവുമാണ്.
ആലോചിച്ച് നോക്കൂ, അവർക്ക് അവിടെ എപ്പോഴും ശ്രീരാമൻ സീതയുടെ കൂടെ വേണമെന്നില്ല. അപ്പൊ നിനക്ക് എന്തെങ്കിലും നിനക്ക് തോന്നാൻ പാടില്ല കുഞ്ഞേന്നൊക്കെ നമുക്ക് വേണേ വ്യാഖ്യാനിക്കാം. ഏതൊക്കെ തലത്തിലാണ് ഇത് ഓരോരുത്തർ വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്നോ. സത്യമാ, മനുഷ്യൻ വികാരങ്ങൾക്കൊക്കെ അടിമകളാകും പല സന്ദർഭങ്ങളിലും. ഈ കൊടുങ്കാട്ടിലേക്ക് പോകുമ്പോ എൻ്റെ മകൻ ഒരിക്കൽ പോലും അതിനടിമപ്പെടരുത്, നീ സീതയെ കണ്ടാൽ എന്നെ ഓർക്കണം, അമ്മയെ ഓർക്കണം. അതുകൊണ്ടാണ് ഋഷ്യമൂകാചലത്തിൽ വെച്ച് സ്വർണ്ണാഭരണങ്ങൾ കാണിക്കുമ്പോ ലക്ഷ്മണൻ പറയുക, എനിക്കിതൊന്നും അറിയില്ല, മാല അറിയില്ല, കുണ്ടല അറിയില്ല, ചിഗുരഭാരത്തിൽ കുത്തുന്നത് അറിയില്ല, പക്ഷേ കാലിലിടുന്ന പാദസരം കണ്ടപ്പോ എനിക്ക് ഇത് ഏട്ടത്തിയമ്മയ്ക്ക് ഇത് ഏട്ടത്തിയമ്മയുടെയാണ് ജ്യേഷ്ഠ, ഞാൻ എന്നും ആ പാദങ്ങളിൽ തൊട്ട്, നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതല്ലേ അമ്മയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കണം എന്ന് ഞാൻ കുട്ടികളുടെ ക്ലാസ്സിൽ പറയും. നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ അച്ഛന്റെ അമ്മയുടെയും കാലയിൽ ഒന്ന് തൊട്ട് തൊഴണം മക്കളെ. അതുകൊണ്ട് നിങ്ങൾക്ക് നന്മേ വരുള്ളൂ, അനുഗ്രഹമേ കിട്ടുള്ളൂ. ആ അമ്മയ്ക്കും അച്ഛന്റെയും രണ്ട് കൈയും നിങ്ങളുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കാൻ പറയണം എന്ന് അമ്മയുടെ പേരൻസിന്റെ ക്ലാസ് ഇന്ന് ഞാൻ ഒരു സ്കൂളിൽ പോയി ക്ലാസ് എടുത്തിട്ട് അവിടെ ഞാനിത് പറഞ്ഞു. നിങ്ങളുടെ രണ്ട് കൈയും, അതും പ്രത്യേകിച്ച് അമ്മയുടെ വലത് കൈ എന്ന് പറഞ്ഞാൽ ഹൈ പോസിറ്റീവ് എനർജിയാ. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാ. അതുകൊണ്ടാണ് കൃഷ്ണ ഭഗവാൻ പറഞ്ഞത് മാതൃഹസ്തേന ഭോജനം, എനിക്ക് എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുള്ള ആഹാരം തന്നാ മതി എന്ന് പറയില്ലേ, ആ അനുഗ്രഹം തന്നാ മതി എന്ന് സന്ദീപനി മഹർഷിയോട് ചോദിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ. അപ്പൊ സുമിത്ര ഇത് കൊടുക്കുമ്പോ ഇത് നീ സീതയെ നീ അങ്ങനെ കാണണം. ഇനി അയോധ്യയായിട്ട് അടവിയെ കാണണം. ഇത് നമുക്കും കൂടിയൊക്കെ ബാധകമായത്. നമ്മൾ താമസിക്കുന്ന സ്ഥലം, ഞാൻ പെരുന്നേൽ ചങ്ങനാശ്ശേരിയാ താമസിക്കുന്നത്, ഞാനും ഭാമയൊക്കെ. നമ്മൾ താമസിക്കുന്ന ദേശം നമുക്കതിനെ വൃത്തിയായി സൂക്ഷിക്കണം, അതിനെ സുരക്ഷിതമായി വെക്കേണ്ട കടമ നമ്മളിലുണ്ട്. നമ്മൾ എവിടെയാണോ, അപ്പം നീ കാട്ടിലേക്ക് പോകുമ്പോ അയോധ്യ എങ്ങനെയാണോ അതുപോലെ നീ കാടിനെയും കാണണം മകനെ. ഗശ്ചതാത യഥാസുഖം, നീ സുഖമായി പോയി വരിക. ഇവിടെ നമുക്ക് സുമിത്രയുടെ കാര്യത്തില് ഞാൻ സ്പീഡിൽ പറഞ്ഞു കേട്ടോ, പ്രധാനപ്പെട്ട സുമിത്രയുടെ കാര്യം, നമ്മൾ അമ്മമാരെല്ലാരും ആത്മത്യാഗത്തിന് പേര് കേട്ടവരാ ഇല്ലേ? നമ്മൾ ത്യാഗം ചെയ്യാറില്ലേ നമ്മുടെ വീട്ടില്? നമ്മളല്ലാതെ ആരാ നമ്മുടെ വീട്ടിൽ ത്യാഗം ചെയ്യുന്ന? ആഹാര കാര്യത്തില്, കിടക്കണ കാര്യത്തില്, ബാക്കി ഏത് കാര്യത്തിലും നമ്മൾ അവിടെ ഒരു ത്യാഗം ചെയ്യും. നമ്മുടെ ആഹാരം, നമ്മൾ നല്ല സാധനമുണ്ട് നമ്മുടെ ഭർത്താവിന് മക്കൾക്ക് കൊടുക്കും, നമുക്കില്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും, എന്നാലും നമ്മൾ അവർക്ക് കൊടുക്കും. കിടക്കാൻ സൗകര്യം, നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും സോഫയിൽ കിടന്നോളാം, നിങ്ങളൊക്കെ ഇവിടെയൊക്കെ നമ്മൾ ത്യാഗം അനുഭവിക്കുക. ആത്മത്യാഗത്തിന് പേര് കേട്ടവരാണ് ഭാരതത്തിലെ അമ്മമാരെല്ലാം. പക്ഷേ ഇവിടെ സുമിത്ര അതിൽ നിന്ന് ഒരുപടി മുകളിലേക്ക് പോയി, പുത്രത്യാഗം ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സുമിത്ര വേദജ്ഞയാണ്, വേദങ്ങളൊക്കെ അറിയാം, അറിവ് ധാരാളം അറിവ് നേടിയ ഒരു രാജകുമാരിയാ. ഈ അറിവ് നമ്മളെ ദുഃഖിപ്പിക്കുന്നേ, പല അറിവുകളും നമുക്ക് ദുഃഖം തരുന്നവയാ. ഇപ്പൊ നമ്മൾ തന്നെ ഈ അവിടെ ഇറാനും ഇസ്രയേലും ഒക്കെ ഭയങ്കര യുദ്ധമല്ലേ, അവിടെ നടക്കണ കാര്യങ്ങൾ എന്താന്ന് നമ്മൾ അറിയുന്നുണ്ടോ? അതറിഞ്ഞാൽ നമുക്ക് ആ സോഷ്യൽ മീഡിയ വഴി ഒരു ഫോട്ടോ കണ്ട് ഒരു കുഞ്ഞിന്റെ എന്തോ കണ്ടപ്പോ തന്നെ നമ്മുടെ ഹൃദയം പൊട്ടുക. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിവില്ല. അറിവ് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് ദുഃഖമാ. ഈ സുമിത്രയ്ക്ക് പക്ഷെ കാടിനെ കുറിച്ച് നല്ല അറിവാ. കൊടും കാടാണ്, അവിടെ ക്രൂരമായിട്ടുള്ള ജന്തുക്കളുണ്ട്, രാക്ഷസർ, മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന രാക്ഷസരുണ്ട്, ഇതൊക്കെ സുമിത്രയ്ക്ക് അറിയാം. പക്ഷെ ഇതറിഞ്ഞുകൊണ്ട് തൻ്റെ മകനെ സുഖമായി പോയി വരിക എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാൻ ഒരമ്മയുടെ മനസ്സ് എത്ര വിശാലമാകണം. അതാണ് പുത്രത്യാഗം, സർവസ്വത്യാഗമാണ് സുമിത്ര ചെയ്തത്. എല്ലാം ത്യജിക്കുക. വേറെ ആര് നമുക്കൊന്ന് ആലോചിച്ച്, ലക്ഷ്മണനെ പ്രത്യേകതയാണ് ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും. ഇപ്പൊ ഈ സർവസ്വ ത്യാഗം ചെയ്യുന്നുണ്ട്. കൂടാതെ ലക്ഷ്മണനോട് ഈ 4 വരി പറഞ്ഞത് കൂടാതെ കുലധർമ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, യജ്ഞത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ദീക്ഷയെ കുറിച്ച് പറയുന്നുണ്ട്, ദാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനം നീ മൃത്യു വേണേ വരിക്കണം എന്ന് വരെ കടും വാക്ക് പറയുന്നുണ്ട്. നിന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും ഒരു അപകടം വന്നാൽ നീ അവരെ സംരക്ഷിച്ചുകൊണ്ട് നീ വീരമൃത്യു വരിക്കണം മകനെ. ഈ കുലധർമ്മത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. വീരമൃത്യു, യുദ്ധത്തിൽ വീരമൃത്യു, ധർമ്മം, ദാനം, ദീക്ഷ, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നീ ചെയ്യണം, അവിടെ അപകടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 14 വർഷവും ലക്ഷ്മണൻ ഉറങ്ങിയിട്ടില്ല.
കാത്തു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ആ അനുഗ്രഹം ഭഗവാൻ കൊടുത്തിരുന്നു. ഉറക്കമേ ഉണ്ടായില്ല. ആ ലക്ഷ്മണനോടാണ് സീത എന്തെല്ലാം ക്രൂരഭാഷിതങ്ങളാ സീത പറഞ്ഞിരിക്കണ അല്ലേ? നമുക്കത് ഓർക്കുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ പലത് വായിക്കുമ്പോഴും നമുക്ക് സങ്കടം വരും. ഈ രാമായണം അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ അവിടെ പ്രതിഷ്ഠിക്കും. നമ്മളെ ഈ അമ്മമാരുടെ പ്രാർത്ഥനയിലും ഇതിലുമൊക്കെ സീതയുടെ, പിന്നെ സീത അശോകവനിയിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങള്, ഇതൊക്കെ നമുക്ക് വളരെ അപ്പൊ ഈ സുമിത്ര ഇവിടെ കുലധർമ്മവും പറഞ്ഞുകൊടുത്ത് നമ്മളെ കുട്ടിയെ യാത്രയൊക്കെയാണ്. ഇവിടെ സുമിത്രയാണ് ഏറ്റവും തിളങ്ങുന്ന കഥാപാത്രം. സുമിത്രയെ തിളക്കുകയാണ് വാൽമീകി മഹർഷി. 31 വരികളെ ഉള്ളെങ്കിലും അതില് ആ തിളങ്ങി മിന്നുന്ന ഒരു കഥാപാത്രമാക്കി സുമിത്രയെ മാറ്റുകയാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞ് ശ്രീരാമസ്വാമി പോയി കഴിയുമ്പം ഈ ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് മാറ്റം വരുമല്ലോ, കൗസല്യയുടെ കൊട്ടാരം. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ രണ്ടുപേരും കൂടി ഏതു നേരവും വഴക്കാം. ദശരഥൻ പറയും പിന്നെ കൈകേയിയെ, അല്ല കൗസല്യ ദശരഥനോട് പറയും നിങ്ങൾ കാരണമാണ് എന്റെ മകൻ പോയി. ഇങ്ങനെ രണ്ടുപേരും തമ്മി ഇതിനെ പറയുമ്പം ഈ സുമിത്ര അതിൽ വന്ന് വീഴുന്നുണ്ട്. സുമിത്ര പറയുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പിറുപിറുക്കണത്? നിങ്ങളുടെ മകൻ മഹാവിഷ്ണുവാണ്. തിരിച്ചു സുരക്ഷിതമായി 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ രാജ്യത്തിന്റെ രാജാവായി അദ്ദേഹം വാഴും. നിങ്ങൾ സമാധാനിക്കൂ, പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നുണ്ട്. എത്ര സമചിത്തതയോടുകൂടി കൊടുക്കുന്ന ഒരു ഉപദേശം. അങ്ങനെയാണ് സുമിത്രയെ നമ്മൾ അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ 3 അമ്മമാരെ കുറിച്ച് എനിക്ക് പറയാൻ, എനിക്കിങ്ങനെ തിരുമേനി 1 മണിക്കൂറാ പറഞ്ഞത്, ഇനി 5 മിനിറ്റും കൂടി ഉണ്ട്. അപ്പൊ എനിക്ക് വളരെ ഈ 3 അമ്മമാരിൽ കണ്ട പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ. ആ കാമിനി കൈകേയി എന്നുള്ള, നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് പ്രതികൂല ചിന്ത വേണ്ട പ്രാർത്ഥിക്കുന്ന സമയത്ത്, അത് വേണ്ട എന്നുള്ളത് ഒരു കാര്യം. പിന്നെ കൈകേയിയുടെ കൈകേയി കാണിക്കുന്ന ആ ഒരു സ്വാർത്ഥതയായിട്ടുള്ള കാര്യം, കൈകേയിൽ നിന്ന് നമ്മളത് അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളത്. എത്രയും സ്നേഹത്തിലിരുന്ന് അതൊക്കെ പിന്നെ ശ്രീരാമൻ രാവണനെ വധിക്കാൻ പോയേ പറ്റൂ. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് സമാധാനിക്കാം. എങ്കിൽ പോലും നമ്മളൊക്കെ സാധാരണക്കാരായ സ്ത്രീകളല്ലേ, അമ്മമാരല്ലേ. നമുക്കിതിലൊക്കെ ദുഃഖം വരും. ശ്രീരാമസ്വാമി ഓരോ സ്ഥലത്തും അനുഭവിക്കുന്ന വിഷമങ്ങൾ കാണുമ്പോൾ സീതയെ ഇപ്പൊ ഞാന് ഇന്നൊക്കെ സീതയെ അന്വേഷിച്ച് ശ്രീരാമസ്വാമി നടക്കുന്ന ഭാഗമൊക്കെ വായിക്കുമ്പം നമുക്ക് തന്നെ സങ്കടം വരും. അദ്ദേഹം എത്ര വിഷമിക്കുന്നു. അങ്ങനെ അപ്പൊ ഇത് രാമായണം നമുക്ക് തരുന്നത് നമ്മളെ ഇങ്ങനെയുള്ള അധർമ്മങ്ങളിൽ നിന്നും ധർമ്മത്തിന്റെ ഏറ്റവും ധർമ്മം എന്തെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ശ്രീരാമസ്വാമിയുടെ ജീവിതം എന്നാണ് എൻ്റെ വിശ്വാസം. വാൽമീകി മഹർഷി അതാണ്, ധർമ്മത്തിലൂന്നിയാണ് ശ്രീരാമസ്വാമിയുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്. എവിടെ ധർമ്മമുണ്ട്, അപ്പൊ ധർമ്മം എന്താന്നുള്ളത് ഒരു ഡെഫിനിഷൻ ആരും ഒന്നും പറയണില്ല. ധാരയതി ധർമ്മം, ധരിക്കുന്നത് എന്തോ ധർമ്മം, ഇതൊക്കെ ഇങ്ങനെ പലതും പറയുന്നുണ്ട്. ഒരു അണു മുതൽ ഈ പ്രപഞ്ചത്തിലുള്ള അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും കൂട്ടിച്ചേർക്കുന്നത് ധർമ്മം. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഞാൻ പറയും, ഞാൻ കർമ്മ ഡോക്ടറിന് എൻ്റെ ഇന്ത്യൻ ഫിലോസഫിയിൽ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും, നമുക്ക് 24 മണിക്കൂറിൽ നമ്മൾ എവിടെയെല്ലാമാണ് പോകുന്നത്. ഈ ഒരു വേഷം, നമ്മുടെ വേഷങ്ങൾ എത്ര വേഷമാണ്. വീട്ടിൽ വരുമ്പോൾ നമ്മൾ അമ്മ, ഭാര്യ, അമ്മൂമ്മ, ചേച്ചി, ചേട്ടനൊക്കെ, കോളേജിൽ ചെല്ലുമ്പോൾ ടീച്ചർ, സമൂഹത്തിൽ ചെല്ലുമ്പം വേറെ, നമ്മൾ സമാജത്തിൽ ചെന്നാൽ അവിടെ ഒരു കൂട്ടുകാരി, ഇങ്ങനെ പല വേഷങ്ങളാണ് നമുക്ക് നമ്മുടെ 24 മണിക്കൂറിൽ. അവിടെയെല്ലാം നമ്മൾ ചെയ്യപ്പെടേണ്ടതായ ധർമ്മം എന്തോ, കർമ്മം എന്തോ, അതാണ് ധർമ്മം. വാട്ട് യു ഓട്ട് ടു ഡു എന്ന് ഞാൻ പറയാം. ശരിക്കും നമ്മൾ ചെയ്തിരിക്കേണ്ട കർമ്മം, വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താ, അത് ധർമ്മമാണ്. നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ അവിയൽ വെക്കണ കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റൂല കുട്ടികൾക്ക്. ഞാൻ ഫിലോസഫി പഠിപ്പിക്കണം, അതെന്റെ ധർമ്മം. എൻ്റെ സമാജത്തിൽ പോകുമ്പോൾ ഞാൻ വേറെ കാര്യം, ഞാൻ വേറെ അടുത്ത് പോകുമ്പോൾ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ പല വേഷങ്ങളിട്ട്, മുഖം ഷേക്സ്പിയർ പറഞ്ഞതുപോലെ എന്തൊക്കെയാ നമ്മൾ ഓരോ വേഷവും ധരിച്ച് നമ്മൾ വേഷം മാറി മാറി ഇങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ ചെയ്യപ്പെടേണ്ടതായ കർമ്മം എന്താണോ അതാണ് ധർമ്മം. അതാണ് ശ്രീരാമസ്വാമി ചെയ്തിരിക്കുന്നത്. ഒരു രാജാവ് എന്ത് ചെയ്യണം, നമ്മൾ ഭരണാധികാരികളെയൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് പലയിടത്തും. അവരുടെ ധർമ്മം ചെയ്തിട്ടാണ്, ഇപ്പോഴല്ല പലരെയും നമ്മൾ കണ്ടിരിക്കുന്നു.
ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രീരാമസ്വാമിയെ ഓർക്കണം. ഭരതനോട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു രാജ്യം എങ്ങനെ വേണം, ഇതൊക്കെ നമ്മൾ രാമായണത്തിൽ എന്താ ഇല്ലാത്തത്? എല്ലാം ഉണ്ട്. സഹോദര സ്നേഹത്തിനെ കുറിച്ചും ശ്രീരാമസ്വാമിയും സഹോദര സ്നേഹം ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം പിന്നെ ബാലിയും സുഗ്രീവനെയും. സുഗ്രീവൻ പാവം ചോര വന്ന പാറ വെച്ച് അടയ്ക്കാൻ പറഞ്ഞ് കേറിപ്പോയ ആള് ചോര വന്നപ്പോ അടച്ചു. തിരിച്ചു വന്നിട്ട് ഓട്ടിക്കല്ലേ സുഗ്രീവനെ എവിടെയൊക്കെ ഇട്ട് ഓടിച്ചു. അങ്ങനെയാണ് ഈ സുഗ്രീവന് സീതയെ കാണാനായി നോക്കാൻ തെരഞ്ഞുപിടിക്കാൻ എളുപ്പമായതെന്ന് ഒരു പറയുന്നുണ്ട്. ഈ ബാലി ഇട്ട് ഓടിച്ച് ലോകം മുഴുവനും. അവസാനാണ് ഋഷ്യമൂകാചലത്തില്. നേരെ തിരിച്ച് സീതയെ രാവണൻ കട്ടുകൊണ്ട് പോയി കഴിയുമ്പം ലക്ഷ്മണനോട് ചോദിക്കും സീത എന്തെന്ന് ചോദിക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോൾ നീ ഒന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നോ സഹോദരാന്ന് മാത്രാണ് ശ്രീരാമസ്വാമി പറയുന്നത്. തന്റെ അനിയൻ തെറ്റ് ചെയ്തെങ്കിലും എത്ര സ്നേഹത്തോടെയായിരുന്നു, നീ സീതയെ ഇട്ടിട്ട് പോകരുതായിരുന്നു, ഇങ്ങോട്ട് വരരുതായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഓരോ സന്ദർഭം എടുക്കുമ്പോഴും പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുട്ടികളുടെ ക്ലാസ്സിൽ നമ്മുടെ കൊച്ചുമക്കൾ, നിങ്ങളുടെയൊക്കെ കൊച്ചുമക്കളായിരിക്കും, നമ്മുടെ മക്കളൊക്കെ വലിയതായല്ലോ, അഗസ്ത്യ ആദിത്യ സ്തുതി അത് നമ്മള് സന്താപനാശകരായ നമോ നമ. എനിക്കൊക്കെ ഒരു 10 വയസ്സുള്ളപ്പോ എൻ്റെ അമ്മ ഒരു പേപ്പറിൽ എഴുതി തന്നതാ. 5 വയസ്സെന്ന് ഇപ്പൊ എനിക്ക് 70 വയസ്സായി. എനിക്ക് ഇപ്പൊ 65 കൊല്ലം കൊണ്ട് എന്നും രാവിലെ ഞാൻ ഇത് ഭൂമിദേവിയെ തൊട്ട് തൊഴുത് കുളിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പം മുറ്റത്ത് നിന്ന് ഇത് ചൊല്ലും. കിഴക്കോട്ട് നോക്കി സൂര്യൻ ഉദിച്ചു വരാറായിട്ടില്ലെങ്കിലും ഞാൻ ചൊല്ലാറുണ്ട്. അപ്പൊ ഇത് എത്ര നമുക്ക് ആത്മധൈര്യവും ആത്മവിശ്വാസവും ആത്മബലവും വർദ്ധിപ്പിക്കുന്നതാണ് ഈ. അങ്ങനെ എത്ര സ്തുതികളാണ് ഉള്ളത്. സുഗ്രീവൻ തന്നെ പറയുന്ന സ്തുതിയൊക്കെ എത്രയാ ഭഗവാനെ, ആരൊക്കെ എല്ലാ സ്തുതികളും നല്ലതല്ലേ, നല്ലതെന്നല്ല നമുക്ക് പ്രയോജനം ചെയ്യുന്നതല്ലേ രാമ എന്നുള്ള പേര് തന്നെ. അപ്പൊ അത് നമ്മുടെ വീടുകളിലെ നാമജപം ഒന്നുകൂടി ഉണ്ടാവണം. ഇപ്പൊ നാമജപം വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയാം. വൈകുന്നേരം നമ്മളെ പോലെ തല നരച്ചവരുടെ ഒരു ജോലിയായി. മറ്റേത് നമ്മുടെ കുട്ടികളൊക്കെ എല്ലാരും കൂടി ഇരുന്നല്ലേ നാമജപം. ഇന്ന് അതിനൊന്നും കുട്ടികളെ കിട്ടണില്ല, ഈശ്വര വിചാരം ഇല്ല. അതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന മൂല്യച്യുതി. ആരെയും ഭയമില്ല. ഇപ്പൊ നമുക്ക് ഈ രാമായണം, ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ NSSൽ അടുത്ത ആഴ്ചയിൽ രാമായണ മേളയാണ്. കുട്ടികളുടെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്, ക്യൂസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്, പ്രസംഗം, രാമായണ പാരായണം. അങ്ങനെ കുറെ കുട്ടികളെ ഞങ്ങൾ എല്ലാ കൊല്ലവും അങ്ങനെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീടുകളിലും ഈ രാമായണം വായിക്കാനും നല്ലപോലെ ഭാഷ പഠിക്കണമെങ്കിൽ നമുക്ക് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാഷയ്ക്ക്. അദ്ദേഹമാണ് നമ്മുടെ നാമജപ സ്വരൂപം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാമജപ സ്വരൂപം തുടങ്ങണത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ തുടങ്ങണ രാമയിൽ തുടങ്ങണം എന്ന് അദ്ദേഹം നാമജപ സ്വരൂപം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്ന് പറയും. അങ്ങനെ നമ്മൾക്ക് ഇത് എല്ലാ ദിവസവും ഇടയ്ക്കിടെയെങ്കിലും ഇതൊക്കെ എടുത്തൊന്ന് വായിക്കാം. കൗസല്യയുടെ സ്തുതി നമ്മൾ എന്നും ചൊല്ലണം. അതുകൂടാതെ ശങ്കരാചാര്യ സ്വാമികളുടെ ആസ്ഥാം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂലഭ്യത, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നൈരുച്യം ധനുശോഷണം മലമയീഷ്, നിങ്ങൾക്കിതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. ഭാമ എന്നോട് പറയാറുണ്ട് നിങ്ങൾ നാരായണീയം ഭാഗവതമൊക്കെ. അതും കൂടി നമുക്ക് ഇത് രണ്ടും കൂടി ചൊല്ലണം നാമം ജപിക്കുമ്പോ സന്ധ്യയ്ക്ക്. അത് നല്ലതാ. നമ്മുടെ അമ്മയെ ഒന്ന് ഓർക്കാനും ഒക്കെ അതൊരു ആ ഒരു എന്ത് നല്ല. അതിന്റെ മലയാള പരിഭാഷ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഉണ്ട്. എന്നെ ഗർഭിണിയായിരുന്നപ്പോൾ അമ്മ അനുഭവിച്ച ത്യാഗവും ക്ലേശവും ഏറ്റവും വലിയ വേദനയായ പ്രസവ വേദന അനുഭവിച്ച് ഈ ഭൂമിയിലേക്ക് എന്നെ സമ്മാനിച്ചു. പിന്നെ എൻ്റെ മലത്തിലും എൻ്റെ മൂത്രത്തിലും എന്നോടൊപ്പം ശയിച്ചു. എൻ്റെ അമ്മേ, എത്ര ഉന്നതനായ മകനാണെങ്കിൽ പോലും എന്ത് തിരിച്ചു നൽകാൻ പറ്റും? ഇതാണ് അത് നമുക്ക് നമ്മുടെ തിരുമേനി കാരണം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒത്തിരി സന്തോഷം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹരി ഓം. ഹരി ഓം. നമസ്തേ ടീച്ചർ. നമസ്തേ. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം എങ്ങനെയാണ് നമ്മൾ അതിൽ അന്തർലീനമായിരിക്കുന്ന ഓരോ വസ്തുവിനെയും എപ്രകാരമാണ് ദർശിക്കേണ്ടത് എന്നുള്ളത് വളരെ
മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും മനോഹരമായിട്ടാണ് ടീച്ചർ അതിൻ്റെ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതിൻ്റെയൊക്കെ വളരെ 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 ഉയർന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് നമുക്കെല്ലാവർക്കും പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ സുമിത്രാദേവിയെ ആത്മസമർപ്പണത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള ഭാരതീയ സംസ്കാരത്തിൽ നിന്നും വളരെ ഉയർന്ന പടിയിലേക്ക് ഉയർത്തുന്ന ആ പുത്രത്യാഗം എന്ന മഹനീയമായിട്ടുള്ള ഒരു ആദർശം നമ്മളുടെ മനസ്സിലൊന്നും കടന്നു പോകാത്ത ഒരു വിഭിന്നമായിട്ടുള്ള ഒരു ഡയമെൻഷനിൽ കൂടി ടീച്ചർ അത് നമുക്ക് വ്യക്തമാക്കി തന്നു. മക്കളുടെ മുഖഭാവം മാറുന്നത് കണ്ട് അവരുടെ ഓരോ വികാരങ്ങളെയും ഒരമ്മ എപ്രകാരമാണ് ഒപ്പിയെടുക്കുന്നത്, നമ്മളുടെ മക്കളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ ഉന്നതിക്കും അമ്മയുടെ ആ കരസ്പർശം, മക്കളുടെ ശിരസിൽ അമ്മമാർ അർപ്പിക്കുന്ന ആ സ്നേഹചുംബനവും ആ കൈ വച്ചുള്ള അനുഗ്രഹവും, ഇതെല്ലാം ഏതൊരു മകനെയാണ് മഹത്തരമാക്കി മാറ്റാത്തത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തലത്തിൽ കൂടി നമുക്ക് പ്രഭാഷണം വളരെ ദിവ്യമായിട്ടുള്ള ഒരു അനുഭൂതിയാക്കി തന്നു. എന്തുകൊണ്ടും ഇന്നത്തെ ഈ രാമായണ സന്ധ്യ നമുക്ക് വലിയൊരു അനുഗ്രഹമാക്കി തീർത്ത ടീച്ചറോട് നന്ദി, കടപ്പാട്. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള സത്സംഗങ്ങളിലേക്ക് വരാനും ടീച്ചറുടെ മഹനീയമായിട്ടുള്ള വാക്കുകളിൽ കൂടി ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കുവാനും കഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ രാമായണ സന്ധ്യ ഇവിടെ ഉപസംഹരിക്കുന്നു. സർവേ സുഖിന സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. വളരെ സന്തോഷം. തിരുമേനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒന്നുകൂടി ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ച പോലെയുണ്ട്. എൻ്റെ മാതാപിതാക്കളെ ഞാൻ സ്മരിക്കുകയാണ് ഈ സമയത്ത്. അവർ തന്ന ഒരു മൂല്യബോധമാണ് എന്നെ ഇന്നിവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്നെ ശ്രവിച്ച എല്ലാവരോടുമുള്ള എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി. നമസ്കാരം.